നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാലും ഉള്ളതുകൊണ്ട് അവൾക്ക് ഓണസദ്യയൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത്തവണ ഓണത്തിന് എല്ലാ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കണമാണ് പതിവ്. ഇത്തവണ ഉണ്ടാക്കിയില്ല. അവിടെ തൃപ്പൂണിത്തറ പൂർണ്ണത്രേശ്യ കാറ്ററിങ്ങിൽ ഏൽപ്പിച്ചേക്കായിരുന്നു, അവിടെ നിന്ന് മേടിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഓണവിശേഷങ്ങൾ. പിന്നെ എൻ്റെ ആദ്യ രംഗ് കളേഴ്സ് ഓഫ് ആര്യ ബാലു എന്ന ആ പ്രൊഡക്ഷൻ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് ആളുകൾ നല്ല റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ UK എന്നൊക്കെയുള്ള ഓർഡറുകൾ കിട്ടി. അപ്പോൾ അതൊക്കെ തന്നെ വലിയ സന്തോഷങ്ങളാണ്. അപ്പോൾ കുറേ എന്നല്ല, ഞാൻ പ്രതീക്ഷിച്ചതിലും ആളുകൾ നന്നായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തു നല്ല രീതിയിൽ. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ആ വീഡിയോകളെടുത്ത് യൂട്യൂബിൽ നിന്നും ഇഷ്ടംമാതിരി പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ നമ്പർ വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇതായിരുന്നു ചെയ്തത്. അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് 10 വയസ്സിൻ്റെ വേണം, 12 വയസ്സിൻ്റെ ഉള്ള കുട്ടികളുടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചെന്നാലും എൻ്റെ ആ ഇതിനെ വിശ്വസിച്ച് കുറേ ആളുകൾ നമ്മളെ വിളിക്കുകയും അതിൻ്റെ എൻക്വയറി ചെയ്യുകയും ചേച്ചി പിന്നെ വലിയവരുടെ തുടങ്ങും, അല്ലെങ്കിൽ കുട്ടികളുടെ 10, 12, 14 വയസ്സുള്ള കുട്ടികളുടെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജുകളായിട്ട് നമ്മളെ വാട്സപ്പിലെ നമ്പറിൽ വിളിച്ചവർ കാഷ്വൽ വെയർ വേണം, കോട്ടൻ്റേതായിട്ടുള്ള ഡ്രസ്സുകൾ വേണം, ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോഴോ ട്യൂഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന കോട്ടൻ്റേതായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കസ്റ്റം ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ പോരായ്മകളുണ്ടാവും, ചെറിയ ചെറിയ തെറ്റുകൾ പറ്റും, ഇതെല്ലാം അതിനകത്ത് കുറച്ച് വേദനകളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതിനെയൊക്കെ, എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് കേൾക്കുന്ന സമയത്ത് ഞാനങ്ങ് തകർന്നു പോകും. പിന്നെ ഞാൻ എന്താണെങ്കിലും ഞാൻ അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്ന ആളാണ്. ഏത് സാഹചര്യത്തെയും ഞാൻ കേൾക്കുന്ന ആ നിമിഷം ഉണ്ടാകുന്ന ഫീലിങ്സിൽ നിന്ന് ഞാൻ അതിനെ റിക്കവർ ചെയ്ത് പുറത്ത് വരാനായിട്ട് എങ്ങനെയാണെങ്കിലും ശ്രമിക്കും. പക്ഷെ അത് എന്നെ വല്ലാതെ തകർത്ത് കളയുന്ന സംഭവങ്ങളും ആയിട്ട് വരാറുണ്ട് ചില സമയത്തേക്ക്. എന്നാലും അത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അതിനെ ഞാൻ മറികടക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇതിനിറങ്ങുമ്പോഴും എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയെല്ലാം ഒരു പരിധി വരെ ഈ ആളുകൾ എന്നോട് വിളിച്ചു തരുന്ന ഒരു ധൈര്യം, ചേച്ചി ധൈര്യമായിട്ട് പോകും, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ചേച്ചിയുടെ ബ്ലൗസ് എവിടെയാണ് തയ്പ്പിക്കണത്, ചേച്ചി കൊടുത്തേക്കുന്ന പോലത്തെ സാരികൾ, ഞാൻ ആദ്യരംഗിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഉള്ള സാരി ചോദിച്ചിട്ട് എത്ര പേര് എനിക്ക് ഫോൺ വിളിച്ചു എന്ന് പറയാം. അത് ഞാൻ ഇവിടുന്ന് ആലപ്പുഴയെന്ന് എറണാകുളത്തുനിന്ന് മറ്റേ പ്രാവശ്യം യാദർശികമായിട്ട് വാങ്ങിച്ച സാരിയുടെ കല്യാണത്തിന് പോകും. പക്ഷേ അത്തരം സാരികൾ വേണം, ചേച്ചി എവിടെയാണ് ബ്ലൗസ് തയ്പ്പിക്കണം, അതേപോലത്തെ ബ്ലൗസ് ചെയ്ത് തരുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴാണ്, അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെയുള്ളത് എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ ഒരു എന്താ കഷ്ടപ്പെടാനുള്ളൊരു മനസ്സുമാണ്. എനിക്കൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ഞാൻ അതിൻ്റെ ഏറ്റവും ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്നതാണെങ്കിലും എനിക്ക് സ്വയം ചെയ്യണമെന്നാണ്, അതിൻ്റെ ഏറ്റവും നല്ലത് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ ആത്മവിശ്വാസവും എനിക്കതിനോടുള്ളൊരു ഡെഡിക്കേഷനാണ്. അതിനെനിക്ക് 100% ഇപ്പോൾ എൻ്റെ ഇതിനെക്കുറിച്ച്, എൻ്റെ മനസ്സിനെക്കുറിച്ച് എനിക്ക് മാത്രമല്ല. അപ്പോൾ അതാണ് നമ്മൾ അതിനകത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് ഈ ജേർണിയിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ലത് കൊടുക്കണം, എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് ഏറ്റവും മനോഹരമായൊരു സാധനം അവർക്ക് കൈകളിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ ഇതിപ്പോൾ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം, എനിക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇത് തുടങ്ങിയതിന് ശേഷം ഒരു വീഡിയോ എടുത്തിടാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടുമ്പോൾ എനിക്ക് യൂട്യൂബിലേക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാനോ മറ്റു കാര്യങ്ങളോ സാധിക്കില്ലായിരുന്നു. ആ സമയത്ത് ചേട്ടനും ഉണ്ടായിരുന്നില്ല, കണ്ണൂർ പോയിരുന്നു. അപ്പം നമ്മൾ ഈ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്ന കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനോ എടുക്കുക, ചിലരോട് ദീപ്തി ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം തുടങ്ങണം എന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞവരും ഉണ്ട്. പക്ഷേ അത് പെട്ടെന്ന് നമ്മളൊരു ദിവസം എനിക്ക് അങ്ങനെ തോന്നിയതല്ല, കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. പക്ഷെ അതിന് യഥാർത്ഥമായിട്ട് ഒരു സമയം പെട്ടെന്ന് ഞാൻ പോലും നനയ്ക്കാത്ത ഒരു ദിവസം ഞാനിങ്ങനെ മെറ്റീരിയലിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ പെട്ടെന്ന് സഡനായിട്ട് നടന്ന കാര്യങ്ങളാണ്. പിന്നെ അത് തയ്പ്പിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ പെട്ടെന്നൊരു യാത്രയായിരുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും വീഡിയോയിലൂടെ പറയാൻ സാധിച്ചില്ല.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആര്യയുടെ ഒരു വലിയൊരു ആര്യ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ ആയിട്ട് ആര്യ സഹായിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് അത് മാത്രമല്ലേ അവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അവരും ദൂര സ്ഥലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ അറിവില്ലായ്മകൾ അതിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ എല്ലാം കറക്റ്റായി നമുക്ക് ചിലപ്പോൾ ഒന്നും പിന്നെ മുന്നോട്ട് ആത്മവിശ്വാസം കൂടും. പക്ഷെ ചെറിയ പ്രതിസന്ധികളും അതിനകത്തുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് അതിനെ ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. അതുപോലെ എൻ്റെ ഈ ജേർണിയിലും എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിലൊന്നും തകർന്നു പോയി. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ ഭഗവാൻ എന്നെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ അത് ചെയ്തതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ നിന്നല്ല ഓരോ ദിവസം ആളുകൾ അയക്കുന്ന മെസ്സേജുകൾ, ആളുകൾ വിളിക്കുന്ന ഫോൺ കോളുകൾ, ഇതൊക്കെ എനിക്ക് വലിയ ആത്മവിശ്വാസം കൂട്ടുകയാണ് ചെയ്യുന്നത്, എന്നെ തകർത്തല്ല കളയണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആദ്യാരംഗിൻ്റെ ജേർണിയിൽ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ശ്രദ്ധയോടും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അതിനെ കൂടുതൽ മനോഹരമായിട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കാൻ നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളുടെ ഇനി അതിനകത്ത് എല്ലാ തരത്തിലുള്ള എല്ലാ ആളുകളുടെയും കോസ്റ്റ്യൂമുകൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ആവശ്യങ്ങളായിട്ടുള്ള കുറേ തിരക്കിട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും എല്ലാത്തിനും അങ്ങേയറ്റം സന്തോഷമാണ് എനിക്ക്. കാരണം നമ്മൾ ചിന്തിക്കും, നമ്മൾക്കൊരു ലൈഫിലൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്കൊരു സർക്കിളുണ്ടല്ലോ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളുടെ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഒരു എനിക്ക് വലിയ സുഹൃത്ത് വലയങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് ആളുകളുമായിട്ട് എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും ഇതാണെന്ന്. പക്ഷേ എനിക്ക് അതിന് മാത്രം സൗഹൃദങ്ങളോ അവരുമായിട്ട് പുറത്തു പോകുക അങ്ങനെയുള്ള ഒരു പരിപാടി എനിക്കില്ലാത്ത ഒരാളാണ് ഞാൻ. ഇതിന് മുമ്പൊക്കെ എനിക്ക് കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി, കുറേ വേദനകളുണ്ടായപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്ത് നിന്ന ഒരു വ്യക്തിയാണത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത്രത്തോളം ആളുകൾ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ആരുടെ ഇതിലൊക്കെ ഇടുമ്പം 1K ഒക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും നല്ല കമൻറ്റുകൾ, അല്ലെങ്കിൽ നമ്മളെ ഫോൺ വിളിച്ച് UK എന്നൊക്കെ വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കമൻറ്റ് ഇങ്ങനെ വായിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കമൻറ്റുകളായതുകൊണ്ട് ഞാനിങ്ങനെ നോക്കും. അപ്പോൾ ഒക്കെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, നമുക്ക് പരിചയമില്ല, നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തികളാണ് വളരെ പോസിറ്റീവായിട്ട് നമ്മൾക്ക് വീണ്ടും ഇത് ചെയ്യണമെന്നുള്ള മനഃശക്തി തരുന്ന രീതിയിലുള്ള കമൻറ്റുകൾ അയച്ചിട്ടുള്ളവരുണ്ട്, വ്യക്തിപരമായി കമൻറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും നമ്മൾക്ക് ഈ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നമ്മുടെ ലൈഫിൽ അങ്ങ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരിക്കലുമല്ല, അത് ആരുടെ വീഡിയോസ് എടുത്താലും നമുക്ക് കാണാൻ പറ്റും. നമ്മളെ അറിയാത്ത, നമ്മളെ കണ്ടിട്ടില്ലാത്ത ആളുകൾ നമ്മളെ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പല രാത്രികളിൽ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വഹിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, അവരുടെ എത്രയോ സമയമെടുത്തിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, അതിന് ഒരു പോസിറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നത്, അല്ലെ നമ്മളോ വിളിച്ച് അതിന് എനിക്ക് ഇൻസ്റ്റയിൽ കൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഫോൺ വിളിക്കുന്നത്. അതിൽ നിന്ന് വന്ന കോളുകൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരൊന്നുമല്ല നമ്മുടെ ലൈഫിനെ സന്തോഷമുള്ളതാക്കുന്നത്. നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുകളാണ് നമുക്ക് ഏറ്റവും താങ്ങും തണലും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലുള്ളവരോ ഒന്നുമല്ല നമ്മുടെ വീഡിയോ കണ്ട അതിനകത്ത് കമൻ്റ് ഒന്നും പറയാം. നമ്മൾ ഒരു പേര് വായിക്കുമ്പോൾ പോലും അതിനകത്ത് നമ്മളുടെ ഇതിനകത്തുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. അത്രയും ഒരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രത്തോളം വലിയൊരു മനസ്സുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഒരാൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും അവരെ കുറച്ചും കൂടെ നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കാൻ. അപ്പം നിങ്ങൾ കാണിക്കണ ഇത് ഞാൻ പറയാൻ ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് തെറ്റായി പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന് അങ്ങേയറ്റം എനിക്ക് സ്നേഹമാണ്, സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഈ യാത്രയിലുടനീളം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഇതിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്കൊരു താങ്ങും തണലുമായി നിങ്ങൾ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ് എൻ്റെ ഈ യാത്രയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് വരെ തന്ന എല്ലാ സ്നേഹത്തിനും, ഇപ്പം എൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിനും, എൻ്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും
നമ്മളുടെ ബന്ധുക്കളോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പുറത്ത് നമ്മളുടെ സൗഹൃദത്തിൽ നിൽക്കുന്നവരൊന്നുമല്ല നമ്മളെ ഇതേക്കണം. നമുക്ക് അറിയില്ലാത്ത, നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോയിൽ കൂടെ കണ്ടു മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയി പൂർണ്ണത്രേശ്യയിലായാലും പോകുമ്പോൾ എത്രയോ ആളുകൾ വന്ന് ആര്യയുടെ വിശേഷങ്ങൾ ചോദിക്കും, പാലുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കും, ചേട്ടനെ അന്വേഷിക്കും, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കും. ഇതൊക്കെ അവർക്ക് എന്താണ് അതുകൊണ്ട് ആവശ്യം, എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? പക്ഷെ അവരുടെ ഒരു സന്തോഷം, അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ആദ്യാരംഗിൻ്റെ ഫസ്റ്റ് പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്ക് അതിനൊരു ഫസ്റ്റ് ഓർഡർ കിട്ടുമെന്നോ, അല്ലെങ്കിൽ എനിക്കത് ഫസ്റ്റ് തന്നെ ഇത്രയും പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നോ ഒന്നും ഞാൻ നനച്ചിട്ടില്ല. വെറുതെ ഞാൻ ഓണം മാത്രം പ്രതീക്ഷിച്ചല്ല. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടനൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഓണം അല്ലല്ലോ, എനിക്കിത് ലൈഫിലൊന്ന് കൊണ്ടുപോകാനാണ് ഞാനിത് തുടങ്ങണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഓണത്തിന് വിറ്റ് പോയില്ലെങ്കിൽ വിഷമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും എന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടിയ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഓർഡർ കിട്ടിയെന്നല്ല, എന്നാലും ഞാൻ ഇട്ട ദിവസം തൊട്ട് എനിക്ക് UK എന്നൊക്കെ വിളിച്ച ഗോവ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ, പിന്നെ കോഴഞ്ചേരിയിൽ നിന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഡ്രസ്സ് എടുത്തിട്ട് പോയി. അങ്ങനെ ഇവിടെയുള്ളവർ നമ്മുടെ വീട്ടിൽ വന്ന് ഡ്രസ്സ് എടുത്തിട്ട് പോയി. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ, ഞാൻ ദൈവത്തിനോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയും അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് എൻ്റെ ആദ്യാരംഗിനെ ഇത്രയും എനിക്കൊരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള യാത്രയിലും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഈ ഓണക്കാലത്ത് എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യാരംഗിൻ്റെ ഓണാശംസകളോടൊപ്പം തന്നെ പാലു ഫാമിലി ബ്ലോഗിൻ്റെ ഓണാശംസകൾ. അപ്പം അടുത്തൊരോണവും നല്ല സന്തോഷമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഏറ്റവും അകത്തട്ടിൽ നിന്ന് നിങ്ങളോട് സന്തോഷം, സ്നേഹം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്തേ.